ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലം 11 ആണ്. എനിക്ക് തോന്നുന്നു ഈ 9ഉം 11ഉം 12ഉം എന്താണ് കണക്റ്റഡാണ്. ഇവിടെ ഒരു ലേബർ കോസ്റ്റ് വാരിയൻസ് ചോദിച്ചു, പിന്നെ ഏത് ചോദിച്ചു? റേറ്റ് വാരിയൻസ്. പിന്നെ ഇവിടെ ഏതെന്ന് പറഞ്ഞ് ലേബർ എഫിഷ്യൻസി വാരിയൻസ്. 3 ആയില്ലേ? അപ്പോൾ ഒരുമിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ അനുസരിച്ച് പോവാം. അപ്പോൾ ഇവിടെ എന്താ? ലേബർ റേറ്റ് വാരിയൻസ് 3 - 2 ആണ്. 2 എന്താ? ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. 3 എന്താ? ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ അല്ലേ? ആക്ച്വൽ അവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ് ചെയ്ത എമൗണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട് ഇവിടെ 1800 ആക്ച്വൽ ഡയറക്റ്റ് വേജ്. ഇതെങ്ങനെ വന്നതാ? ആക്ച്വൽ അവർ ഇൻറ്റു ഏതാണ്? ആക്ച്വൽ റേറ്റ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണ്ടല്ലോ, ഡയറക്റ്റ് എടുത്ത് എഴുതി വെക്കാം. അടുത്തത് സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് അവർ ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അവർ എന്ന് പറഞ്ഞാൽ ഏതിനാണ്? ഫോർ ആക്ച്വൽ ഔട്ട്പുട്ടിനാണ്. സോറി, തെറ്റിപ്പോയി. ആക്ച്വൽ അവർ ഇൻറ്റു ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ആക്ച്വൽ അവർ എത്ര? 5800 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര? 0.35. അങ്ങനെ 1800 അല്ല 3 - 2 കേട്ടോ. അപ്പോൾ 2030 1800 ലെസ് ചെയ്ത് എത്ര വരും? 230 വരും. ഇതേതാ? ഫേവറബിളാണ്. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ചെയ്യാമല്ലോ, 2ഉം കൂടെ.